ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ അരി ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരി പുതിർത്ത് അരച്ച് പുളിക്കാൻ വേണ്ടി വെക്കുക അങ്ങനെയുള്ള ഒരു സംഭവമില്ല. എന്നാലും ഇഡ്ഡലീൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഒരു കറി പോലും നമുക്കിതിന് എക്സ്ട്രാ തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ആക്കിയിട്ടോ വരെ നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ട് വയറ് നിറയെ കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. രാവിലെ എല്ലാം തിരക്കുള്ള ദിവസം അല്ലെ മടിയുള്ള ദിവസമല്ല രാവിലെ തയ്യാറാക്കാനും അതേപോലെ ഡിന്നറിനും സ്നാക്കായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് വറുത്ത റവ ആഡ് ചെയ്ത് കൊടുക്കുക. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ആ സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് കപ്പിലാണോ റവ എടുത്ത് ആ സെയിം കപ്പ് തന്നെ തൈര് കൊടുക്കുക. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ ഈനോ സോൾട്ട് നിങ്ങൾക്ക് 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പുളിപ്പുള്ള തൈരാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ അധികം പുളിപ്പുള്ള തൈര് എടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ എണ്ണ സോൾട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 10 മിനിറ്റ് മിനിമം 10 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കണം. മിനിമം 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആദ്യം നമ്മൾ തൈര് മാത്രം യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ തൈരിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് എല്ലാം റവ നന്നായി വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് നമ്മുടെ പിന്നെ എന്താ പറയുക ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് കോരി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ബാറ്റർ ലൂസായി പോയാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ സാധാരണ അരീനെ കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് ഭയങ്കര ലൂസും ആയിരിക്കില്ല എന്നാലോ ഭയങ്കര ടൈറ്റും ആയിരിക്കില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററും തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് വെക്കുക. അതിനുശേഷം കുറച്ചായി ഒഴിച്ച് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു മുക്കാൽ കപ്പോളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലുള്ള തട്ടിൽ ഞാൻ ഓൾറെഡി മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മേലത്തെ തട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബട്ടറോ ഗീയോ ഓയിലോ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിതെല്ലാത്തിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ തവി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി വരുന്ന ഒരു സ്പേസ് അതിന് കൊടുക്കണം. അപ്പോൾ അടിയിലത്തെ തട്ടിൽ ഒഴിക്കുന്നേരം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മേലത്തെ തട്ടിന് തട്ടുന്ന രീതിയിൽ അത് പൊങ്ങും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരു തവി മാത്രം ഒഴിച്ചാൽ മതി. ഇനി പൊങ്ങാനുള്ളൊരു ചെറിയ സ്പേസും കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാനിത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളം നന്നായി തിളക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് ഒഴിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് ഒരു സ്ക്രൂവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വെന്തുക്കുമെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒന്നൊന്ന് ചൂട് തണിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് പെട്ടെന്ന് ഇതിൻ്റെ മേലെ നിന്ന് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ എനിക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മേലെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ഇത് എടുത്തിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പം തന്നെ ഇത് പെട്ടെന്ന് കിട്ടും. നമ്മൾ അരി ഇഡ്ഡലി തയ്യാറാക്കുന്നതിലും ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഞാനിത് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ട, പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തി ആക്കാൻ പറ്റുമെങ്കിൽ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.
അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ഇത് ടോട്ടൽ ഇപ്പോൾ എനിക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും സോഫ്റ്റാണിത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.